അപ്പോൾ നമ്മളിവിടെ ഒരു റിസോർട്ടാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ എത്തി. ഇനി ഇവിടുന്ന് മെയിൻ റോഡിൽ നിന്ന് ഒരു പോക്കറ്റ് റോഡാണ് ഉള്ളത്. അപ്പോൾ എൻ്റെ അനിയത്തിമാർ ആ പാലം അങ്ങനെ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നതാണ് കേട്ടോ, ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞത്. അപ്പോൾ അതാ അവൾ എത്തിയിട്ടുണ്ട്. വലിയ എല്ലാം കുട്ടിച്ച് കാറാണ് കേട്ടോ. ഡ്രൈവിങ് ലൈസൻസ് കിട്ടിയിട്ട് കുറച്ച് മാസങ്ങളേ ആയിട്ടുള്ളൂ. എന്നാലും കോതമംഗലത്ത് നിന്ന് കൊടുങ്ങല്ലൂർ വരെ എത്താൻ പറ്റിയെന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ പോക്കറ്റ് റോഡൊക്കെ കഴിഞ്ഞ് റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടാണ്. ശരിക്കും എനിക്ക് പബ്ലിക്കിൻ്റെ മുന്നിൽ ഈ മൊബൈലെടുത്ത് ക്യാമറയൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ പിടിക്കാനൊക്കെ ഭയങ്കര മടിയുള്ള ആളാണ് കേട്ടോ. യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് പറയാനും ഒരു മടിയുള്ള വ്യക്തി ആയതുകൊണ്ട് കുറച്ച് അത്ര നന്നായിട്ടൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്നാലും മക്കളും അനിയത്തിമാരൊക്കെ എത്തിയിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇതെൻ്റെ സാറമോളാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പെൺകുട്ടികളെ. ആൺകുട്ടികളെക്കാൾ ഒരു പടി മുന്നിൽ. അവളെ എന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പുറകെ നിന്ന് മാറില്ല കേട്ടോ. പിന്നെ നമുക്കിവിടെ സെക്യൂരിറ്റി ആയിട്ടുള്ളത് ചേച്ചിമാരാണ്. അപ്പോൾ അവർ നമ്മുടെ ബാഗൊക്കെ എടുത്ത് വയ്ക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ അടുത്തയാൾ വന്നു കേട്ടോ, ഞങ്ങളുടെ കൂട്ടത്തിലേക്കുള്ള ഒരാൾ. അതായത് എൻ്റെ അനിയത്തിയുടെ ക്ലാസ്മേറ്റ്സ് ആണ് വരുന്നത്. അവരാണ് ഇവിടെ കൂടാമെന്ന് തീരുമാനിച്ചത്. ബബിൾസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് കോളേജിൽ പഠിക്കുന്ന സമയത്തേ ഉണ്ടായിരുന്നു. ക്ലാസ്മേറ്റ്സ് എന്നതിനേക്കാൾ ഉപരി ഇവർ ഹോസ്റ്റലേഴ്സ് ആയിരുന്നു കേട്ടോ. ഹോസ്റ്റലിലെ ഒരു ഗ്യാങ് ആയിരുന്നു ബബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ ഇടയ്ക്കൊക്കെ ആരെങ്കിലുമൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിലും എല്ലാവരും ഒന്നും തമ്മിലിങ്ങനെ സ്റ്റേ ചെയ്യാൻ പാകത്തിനൊന്നും ഒരിക്കലും കൂടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും ഇങ്ങനെ 2 വർഷമൊക്കെ ആയിട്ടുള്ള ഇവരുടെ പ്ലാനിങ് ഇപ്പോഴാണ് സക്സസ് ആവണത് കേട്ടോ. അപ്പോൾ നമുക്കവർ കുടിക്കാൻ സർബത്തൊക്കെ കൊണ്ടു തന്നു. അപ്പം എൻ്റെ സാറ് മോള് ചാടി ഗ്ലാസ് എടുത്തു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവളെ അനിയത്തിയിരുന്ന് കുടിപ്പിക്കുന്നതാണ് കേട്ടോ, അവങ്ങാനും പൊട്ടിച്ചിളങ്ങാലോ എന്ന് ഓർത്തിട്ട്. പിന്നെ നമ്മളങ്ങനെ ബെഡ്റൂമിലെത്തിയ സാധനങ്ങളൊക്കെ വച്ചതിന് ശേഷം നല്ല അടിപൊളി ബെഡ്റൂമൊക്കെയാണ് കേട്ടോ. വേഗം തന്നെ ഓടി അവർ കൂട്ടുകാരൊക്കെ തമ്മിൽ കൂടി. അപ്പം നമ്മളെ മക്കളൊക്കെ അതാ കായൽ കണ്ടപ്പോഴത്തേക്ക് ഓടി കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, അവരുടെ പുറകെ ഞാനും ഓടി. കാരണം എനിക്ക് നല്ല പേടിയുണ്ട്, മൊത്തം വെള്ളമൊക്കെ ആയതുകൊണ്ട് തന്നെ ഒന്നും പറ്റാതെ സന്തോഷത്തോടെ തിരികെ പോകണമെന്ന്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് ആസ്വദിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ സ്വിമ്മിംഗ് പൂൾ കണ്ടതും എല്ലാവരും വലിയവരും കുട്ടികളൊക്കെ ഒരേ പ്രായത്തിലോട്ട് പോയി എന്നുള്ളതാണ്. വൈകുന്നേരം ആവാൻ കാത്തിരിക്കുന്നുണ്ട് എല്ലാവരും അടിച്ച് പൊളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ശരിക്കും ഒറ്റയ്ക്ക് വന്ന് താമസിക്കാൻ പോലും സേഫായിട്ടുള്ളൊരു സ്ഥലമായിട്ട് എനിക്ക് തോന്നി. കാരണം ഇവിടെ അങ്ങനെയൊക്കെ വന്ന് താമസിക്കാറുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. വളരെ ചെറിയ റൂമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അടുത്തയാളതാ ജോയിൻ ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. അങ്ങനെ അവളിതാ ഒരു കെട്ടിപ്പിടുത്തമൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് പോയിട്ടോ. അവർ കൂട്ടുകാരൊക്കെ തമ്മിൽ വർഷങ്ങൾക്കിടയിലുള്ള കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ അടിച്ചു വിളിക്കട്ടെ. ഞാനിവിടെ എൻ്റെ മക്കളിതാ ഇവിടെ സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടെ നിന്ന് ചാടണം ചാടണം എന്ന് പറഞ്ഞിരിക്കണ കാരണം ഞാനവിടെ ഇവരെ നോക്കി നിന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവരെല്ലാവരും പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് വന്നേക്കുന്നവരാട്ടോ. അതായത് UAE താമസിക്കുന്നവരുണ്ട്, കോയമ്പത്തൂർ താമസിക്കുന്നവരുണ്ട്. ഇതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ടിക്കറ്റൊക്കെ നേരത്തെ ബുക്ക് ചെയ്ത് പ്ലാൻ ചെയ്ത് വന്നതാണ്. എല്ലാവർക്കും പേടിയുണ്ടായിരുന്നു ഏതെങ്കിലും തരത്തിൽ ഇത് ക്യാൻസൽ ആവുമെന്നൊക്കെ കേട്ടോ. പക്ഷെ പഠിച്ചവൻ എന്തായാലും നമുക്ക് ഈ സന്തോഷിക്കാനുള്ള നിമിഷത്തെ തന്നപ്പോൾ മാക്സിമം അടിച്ചു വിളിക്കുക എന്നുള്ളതായിരുന്നു. അപ്പം പഞ്ചാരപ്പഴമൊക്കെ എടുത്തിട്ടുണ്ടായിട്ടോ. അപ്പോൾ അതൊക്കെ പറിച്ചു ഒരു രസം ആ പഴയ കാലഘട്ടത്തിലേക്ക്